ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രമിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തോളുവാനായി വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ഈ ദിവസങ്ങൾ അബ്രഹാമിൻ്റെ ജീവിതത്തെക്കുറിച്ചും അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ചും പഠിക്കുകയായിരുന്നല്ലോ. തൻ്റെ മകന് വേണ്ടി തക്ക തുണയെ കണ്ടെത്തുന്ന കാര്യത്തിലും അബ്രഹാമിൻ്റെ വിശ്വാസം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാം വയസ്സെന്ന് വൃദ്ധനായ ശേഷം യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. അപ്പോൾ അബ്രഹാം തൻ്റെ വീട്ടിലുള്ള തനിക്കുള്ള ദാസനെ വിളിച്ചിട്ട്, ആ വീട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ദാസനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ മകന് വേണ്ടി ഇവിടെ നിന്ന് ഈ കനാന്യരുടെ ഇടയിൽ നിന്ന് കന്യകമാരെ എടുക്കാതെ എൻ്റെ ദേശത്തും എൻ്റെ ചർച്ചക്കാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ മകനായ ഇസാക്കിന് ഭാര്യയെ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എടുക്കണമെന്ന് വെറുതെ പറയുക തന്നെയല്ല ചെയ്തത്. അബ്രഹാം ദാസനെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ദാസനൊരു കാര്യം പറയുന്നുണ്ട്, അല്ല അമ്മ, അവൾക്ക് ഇങ്ങോട്ട് വരുവാൻ, കന്യകയ്ക്ക് ഇങ്ങോട്ട് വരുവാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ മകനെ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകണമോ? അപ്പോൾ അബ്രഹാം പറഞ്ഞു, ഒരിക്കലും എൻ്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. ഞാൻ അവിടെ നിന്ന് വിട്ടിട്ട് പോകുന്നതാണ്. കർത്താവ് പറഞ്ഞതിൻ്റെ അനുസരിച്ച്, കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ഞാൻ വിട്ടു പോകുന്നതാണ്. എൻ്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. അത് കഴിഞ്ഞിട്ട് അബ്രഹാമിൻ്റെ വിശ്വാസം പിന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാം ആ ദാസനോട് പറയുന്നത് അതിൻ്റെ 24-7 വാക്യത്തിൽ കാണുന്നു, എൻ്റെ ഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും നിന്റെ സന്തതിക്ക് ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായ സ്വർഗത്തിൻ്റെ ദൈവമായ യഹോവ എൻ്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കോണം നിനക്ക് മുമ്പായി തൻ്റെ ദൂതനെ അയക്കും. ഇവിടെ എത്ര വലിയ വിശ്വാസമാണ്! ദൂതനെ അയക്കുമെന്നുള്ളത് പോലും വെറുതെ ചില കാര്യങ്ങൾ നടക്കുമെന്നല്ല പറയുന്നു. ഒരു ദൂതനെ അയക്കേണ്ടി വന്നാലും ആ ദൂതനെ അയച്ച് എൻ്റെ കാര്യം നടത്തിത്തരും എന്നുള്ള വിശ്വാസം. അതാണ് പ്രിയ സഹോദരിമാരെ, പലപ്പോഴും നമുക്ക് കടുകുമണി പോലെ ഉള്ളിടത്തോളം പോലും വിശ്വാസമില്ല. ചെറുതുപോലും വിശ്വാസം അത്രയുണ്ടെങ്കിൽ അനേക കാര്യങ്ങൾ നടക്കും. എന്നാൽ അബ്രഹാമിൻ്റെ വിശ്വാസത്തെ ഒന്ന് തുലനം ചെയ്ത് നോക്കിയാൽ നമുക്ക് വിശ്വാസമേ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അബ്രഹാം പറയാണ്, ഒരു ദൂതനെ നിനക്ക് മുമ്പായിട്ട്, ദാസന് മുമ്പായിട്ട് അയച്ച് എൻ്റെ കാര്യം നടത്തുവാനായിട്ട് ദൈവത്തിന് ശക്തനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അത് ദൈവം നടത്തിത്തരും എന്ന് വിശ്വസിക്കുന്നു എന്ന് അബ്രഹാമിന് പറയുവാനായിട്ട് സാധിക്കും. അബ്രഹാമിൻ്റെ മകന് വേണ്ടി ഒരു ഭാര്യ എടുക്കുന്ന കാര്യത്തിൽ അവൻ ശരിയായിട്ടുള്ള കൽപ്പന അനുസരിക്കുമ്പോൾ ദൈവവും അവന് വേണ്ടി കരുതുമെന്നുള്ളത് അവൻ വിശ്വസിച്ചു. അത് ദാസനോട് പറയുകയും ചെയ്യുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിനക്ക് മുമ്പായി തൻ്റെ ദൂതനെ അയക്കും. എന്നാൽ സ്ത്രീക്ക് അവനോടുകൂടെ വരുവാൻ മനസ്സില്ലെങ്കിൽ നീ എൻ്റെ സത്യത്തിൽ ഒഴിഞ്ഞിരിക്കും. എൻ്റെ മകനെ അവിടേക്ക് കൊണ്ടുപോകുക മാത്രം അരുത്. അങ്ങനെ ദാസൻ പോയി. നമുക്കറിയാം, ദാസൻ്റെ മുമ്പായിട്ട് അവിടെ കാര്യങ്ങളെല്ലാം ക്ലിയറാക്കി കൊടുത്ത് അവിടെ ആ സ്ഥാനത്ത് തന്നെ നിന്നിട്ട് അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ ചോദിക്കുന്നുണ്ട്. ഈ ദാസൻ അവൻ 12 വാക്യത്തിൽ, എൻ്റെ ദാസനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവേ, എൻ്റെ യജമാനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ചു തരണം. ഇതാ ഞാൻ കിണറ്റിനരികെ നിൽക്കുന്നു. ഈ പട്ടണക്കാരുടെ കന്യമാർ വെള്ളം കോരുവാൻ വരുന്നു. അങ്ങനെ ആ അബ്രഹാമിൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന എലിയാസറിനെ, അല്ലെങ്കിൽ നമുക്ക് അബ്രഹാമിൻ്റെ ദാസനെ കാണുവാനായിട്ട് സാധിക്കും. ദൈവം പ്രവർത്തിച്ചു. അബ്രഹാം വിശ്വസിച്ചതുപോലെ ദൂതനെ അയച്ചു തന്നെ കാര്യങ്ങൾ ക്രമീകരിച്ച് ഇസഹാക്കിന് വേണ്ടി ഒരു ഭാര്യയെ, തക്ക തുണിയായ ഒരു ഭാര്യയെ, റിബേക്കയെ കണ്ടെത്തുവാനും അവളെ കൊണ്ടുവരുവാനുമായിട്ട് ദാസന് സാധിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാമിൻ്റെ വിശ്വാസം അത് പ്രവൃത്തിയിൽ കൂടിയായിരുന്നു എന്നുള്ളത്, പ്രവർത്തിക്കുന്ന വിശ്വാസമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിനുശേഷം പിന്നെ നമുക്ക് പിന്നെയും അബ്രഹാമിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ചാണ് നമുക്ക് ചിന്തിക്കുവാനുള്ളത്. സാധാരണയുള്ള ഒരു വ്യക്തിയുടെ സാക്ഷ്യമല്ല അബ്രഹാമിൻ്റെ സാക്ഷ്യം എന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാമിൻ്റെ ഭാര്യ 127 വയസ്സുള്ളവളായിട്ട് മരിച്ചു. അപ്പോൾ അവളെ അടക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് സാറയെക്കുറിച്ച് വിലപിച്ചു കരവാൻ അബ്രഹാം സാറയെക്കുറിച്ച് വിലപിച്ചു. അതിനുശേഷം അബ്രഹാം ഹിത്യരോട് സംസാരിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ പരദേശിയും വന്നു പാർക്കുന്നവനുമാകുന്നു. ഞാൻ എൻ്റെ മരിച്ചവളെ കൊണ്ടുപോയി അടക്കേണ്ടതിന് എനിക്ക് നിങ്ങളുടെ ഇടയിൽ ഒരു ശ്മശാന ഭൂമി അവകാശമായി തരുവീനെന്ന് പറഞ്ഞു. അപ്പോൾ കൂടാരങ്ങളിൽ പാർക്കുന്ന അബ്രഹാമാണ് നമുക്ക് കാണാൻ. അവനൊരു അടക്കുവാനായിട്ടൊരു ഭൂമിയില്ല. എന്നാൽ ഹിത്യർ
അത് പറഞ്ഞപ്പോൾ ഹിത്യരുടെ 2 സാക്ഷ്യങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 23:6 വാക്യം ഒന്ന് വായിക്കാം. നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ പ്രഭുവാകുന്നു. ദൈവത്തിൻ്റെ പ്രഭു, അതാണ് ടൈറ്റിൽ കൊടുക്കാനായിട്ടുള്ളത്. അബ്രഹാമിന് ടൈറ്റിലുള്ളത് വിശ്വാസികളുടെ വീരൻ തന്നെയല്ല, അവൻ ദൈവത്തിൻ്റെ പ്രഭുവാണ്. അവൻ വിശ്വാസികളുടെ വീരനെന്ന് ദൈവം പറയുമ്പോൾ ഇവിടെ ജനം പറയുകയാണ് ദൈവത്തിൻ്റെ ഒരു പ്രഭുവാകുന്നു. ഞങ്ങളുടെ ശ്മശാന സ്ഥലങ്ങളിൽ വെച്ച് വിശേഷമായതിൽ മരിച്ചവളെ അടക്കിക്കൊള്ളുക. മരിച്ചവളെ അടക്കുവാൻ ഞങ്ങളിൽ ആര് ശ്മശാന സ്ഥലം നിനക്ക് തരാതിരിക്കുകയില്ല. അത് കഴിഞ്ഞിട്ട് അവർ ഹിത്യർ പറയുകയാണ്, നീ ഇവിടെ ഏത് സ്ഥലമാണെങ്കിലും എവിടെ വേണമെങ്കിലും നിൻ്റെ മരിച്ചവളെ അടക്കാം എന്ന് അടക്കിക്കോ എന്ന് അവർ പറയുകയാണ്. അപ്പോൾ അത് അബ്രഹാം സമ്മതിച്ചില്ല. അബ്രഹാം പറഞ്ഞു, എനിക്കതിനു വേണ്ടി ഒരു സോഹറിൻ്റെ മകനായ എഫ്രോനോട് അവൻ തൻ്റെ നിലത്തിൻ്റെ അറിയിൽ തനിക്കുള്ള മക്പോൽ എന്ന ഗുഹ എനിക്ക് തരേണ്ടതിന് അപേക്ഷിപ്പിൻ. നിങ്ങളുടെ ഇടയിൽ ശ്മശാന അവകാശമായിട്ട് ഞാൻ അതിനെ പിടിപ്പത് വിലയ്ക്ക് വാങ്ങണമെന്ന് പറഞ്ഞു. ആ സ്ഥലം അവൻ സോഹര് മറ്റുള്ളവരുടെ മധ്യത്തിൽ നിൽക്കുകയായിരുന്നു. അവിടെ വെച്ച് തന്നെ അബ്രഹാമിനോട് പറഞ്ഞു, അങ്ങ് അത് ഫ്രീ ആയിട്ട് തന്നെ എടുക്കണമെന്നാണ് സോഹര് പറയുന്നത്. യജമാനെ കേൾക്കണമേ, നിലം ഞാൻ നിനക്ക് തരുന്നു, അതിലെ ഗുഹയും നിനക്ക് തരുന്നു, എൻ്റെ സ്വജനം കാണിക്ക് തരുന്നു, മരിച്ചവൻ്റെ അടക്കം ചെയ്തുകൊണ്ടാലെന്ന് പറഞ്ഞു. എന്നാൽ അബ്രഹാം അത് സമ്മതിച്ചില്ല. അതിനുശേഷം എഫ്രോൻ പറഞ്ഞു, ഇത് 400 ശേക്കൽ വെള്ളി മാത്രമുള്ള വിലയാണ്. അങ്ങനെ അബ്രഹാം എഫ്രോൻ്റെ വാക്ക് സമ്മതിച്ചു. ഹിത്യർ കേൾക്കെ എഫ്രോൻ പറഞ്ഞതുപോലെ കച്ചവടക്കാർക്ക് നടപ്പുള്ള വെള്ളി ശേക്കൽ 400 അവന് തൂക്കിക്കൊടുത്തു. അങ്ങനെ മമ്രയ്ക്കരികെ എഫ്രോനുള്ള മക്പോല നിലയും അതിൻ്റെ ഗുഹയും നിലത്തിൻ്റെ അതിർക്കകത്തുള്ള സകല വൃക്ഷങ്ങളും അതിൻ്റെ നഗരവാസികളായ ഹിത്യരുടെ മുമ്പാകെ അബ്രഹാമിന് അവകാശമായി ഉറച്ചു കിട്ടി. അതിൻ്റെ ശേഷം അബ്രഹാം തൻ്റെ ഭാര്യയായ സാറയെ കനാൻ ദേശത്തിലെ ഹെബ്രോൻ എന്ന മമ്രയ്ക്കരികെ മക്പോല നിലത്തിലെ ഗുഹയിൽ അടക്കം ചെയ്തു. ഇങ്ങനെ ഹിത്യർ ആ നിലവും അതിലെ ഗുഹയും അബ്രഹാമിൻ്റെ ശ്മശാന അവകാശമായിട്ട് ഉറപ്പിച്ചു കൊടുത്തു. അവിടെ തന്നെയാണ് പിന്നെ അബ്രഹാമിനെയും മാത്രമല്ല ഇസ്ഹാക്കിനെയും ഇസാക്കിൻ്റെ ഭാര്യയായ ലേഹയെയും ഒക്കെ അടക്കുന്നത് ആ ഗുഹയിൽ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അബ്രഹാമിൻ്റെ വിശ്വാസം എത്ര വലിയതായിരുന്നു, അബ്രഹാമിൻ്റെ സാക്ഷ്യം എത്ര വലിയതായിരുന്നു. അത് അവർ പറയുന്ന ദൈവത്തിൻ്റെ ഒരു പ്രഭു. പ്രിയ സഹോദരിമാരെ, നമ്മളെക്കുറിച്ച് ഈ ലോകത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ എന്ത് സാക്ഷ്യം പറയും? ദൈവത്തിൻ്റെ ഒരു മകൾ എന്നുള്ള സാക്ഷ്യമെങ്കിലും നമ്മളെക്കുറിച്ച് പറയുമോ? അല്ലെങ്കിൽ അതാണ് വേണ്ടത്. ദൈവത്തിൻ്റെ പ്രഭു എന്നുള്ളൊരു സാക്ഷ്യം മറ്റുള്ളവരുടെ മുമ്പാകെ അബ്രഹാമിനുണ്ടായിരുന്നു. കാരണം എന്താ? അബ്രഹാം പൂർണ്ണമായിട്ടും ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവം ഏത് കാര്യങ്ങളും അവന് നടത്തി തരുവാൻ ശക്തനാണെന്ന് അബ്രഹാം വിശ്വസിച്ചു. അതവന് നീതിയായി കണക്കിട്ടു എന്നും കാണുന്നു. അബ്രഹാമിനെ പോലെ വിശ്വാസമുള്ളവരായിട്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെയും സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. Jesus.